ഹായ് കൂട്ടുകാരെ, അപ്പോൾ ദാ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ ഇടുന്നു. അപ്പോൾ ദാ ഞാനും എമിക്കുട്ടനും നമ്മളെ ട്രെയിൻ വരാനായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം പാലക്കാട്ടിലേക്കാണ് കേട്ടോ ട്രെയിൻ കയറിയിട്ടുള്ളത്. പാലക്കാട്ടിൽ നിന്നാണ് പോണത്. ഇങ്ങോട്ട് നോക്ക്, നമ്മളെങ്ങോട്ടാ പോണ്? നിലമ്പൂർക്കല്ല, ബാംഗ്ലൂർ. ഞങ്ങൾ ബാംഗ്ലൂർ പോവാണേ. ഞാനും എമ്മിക്കുട്ടനും ഇങ്ങനെ പോവാണ്. ഞങ്ങൾ ബാംഗ്ലൂർ ഇങ്ങനെ പോവാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണിക്കും. നിലമ്പൂരിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ പാലക്കാട്ടേക്ക് ട്രെയിൻ കയറിയത്. പിന്നെ പാലക്കാട്ടിൽ നിന്നാണ് ഞങ്ങൾ ഒന്നിച്ച് ബാംഗ്ലൂരിലേക്ക് പോണത്. ബാംഗ്ലൂര് കോലാറിലാണ് കേട്ടോ നാത്തൂൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഞങ്ങളെ ഫാമിലി മൊത്തം ഉണ്ട്. എല്ലാവരും ഒന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ വരാനും ഇഷ്ടമല്ല. എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഈ ട്രെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് അപ്പോൾ ദാ എൻ്റെ നാത്തൂന് കുറേ സാധനങ്ങളൊക്കെ കഴിക്കാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് തന്നെ ഞങ്ങൾ പഴമൊക്കെ കഴിക്കുകയാണ്. എൻ്റെ നാത്തൂൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടുള്ളത്. ഞങ്ങളുടെ ഫാമിലി, കുഞ്ഞാണിയാക്കാൻ്റെ ഫാമിലി, അനിയന്മാരും പെങ്ങന്മാരും കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അടിപൊളി എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു. പിന്നെ ബാംഗ്ലൂർ കോലാറിൽ തന്നെയായിരുന്നു എൻ്റെ അനിയത്തി ആദ്യം താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഫാമിലിയൊക്കെ കാണാനോ നല്ല വല്ലാത്തൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അതിലും ഹാപ്പിയാണ്. ബാഗ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ബാഗാണ് ഇട്ടത്. പിന്നെ കുഞ്ഞാണിയാക്ക് ഒരു ബാഗ് എടുത്തിട്ടുണ്ട്, മോളൊരു ബാഗ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഓരോരോ ബാഗ്. ഇപ്പോൾ ഇവിടെ ഇത് പാലക്കാട്ടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഇവിടുന്നാണ് ഇനി പാലക്കാട്ടിൽ നിന്നാണ് ഇനി ബാംഗ്ലൂരിലേക്കുള്ളത് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അത് ബുക്കിംഗ് ആണ്. നിലമ്പൂരിൽ നിന്ന് പാലക്കാട് വരെയുള്ളത് ബുക്കിംഗ് അല്ല. ഞങ്ങൾ ലോക്കൽ ട്രെയിൻ, ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലെ ഞങ്ങൾ പോകും. അപ്പം എല്ലാ വിവരങ്ങളും ഞങ്ങൾ ബാംഗ്ലൂർ പോകണം. ഞങ്ങൾ നാത്തൂൻ്റെ വീട് അവിടെ നിശ്ചയം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അവിടെ ബാംഗ്ലൂരിലത്തെ കോലാർ എന്ന നാട്ടിലേക്ക് എല്ലാവരും വരി. ഇനി ഒരാഴ്ച അവിടെയാവും ഞാൻ. അങ്ങനെ പാലക്കാട് എത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. പാലക്കാട്ടിൽ നിന്ന് 11 മണിക്കാണ് കേട്ടോ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ. അപ്പോൾ അതിന് വേണ്ടി പൊതിച്ചോറ് കൊണ്ടുവന്നിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ എല്ലാവരും ചേർന്നിരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇതിൽ കറികളൊക്കെ ഇട്ടിരുന്നു, ചമ്മന്തി, അതുപോലെ മത്തി പൊരിച്ചത് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. മോളുമാണ് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കുകയാണ്. നല്ല മത്തി ഫ്രൈ ആയിട്ട് പൊരിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാഷാ അല്ലാഹ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തി, കൊലാർ പറഞ്ഞ സ്ഥലത്തെത്തി. എന്നിട്ട് അവിടെ വീട്ടിൽ നിന്ന് കാറ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞങ്ങൾ 3 കാറാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഇതാണ് കാറിലാണ് ഞങ്ങൾ പോയത്. 3 കാറുകൾ വന്നിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും നാത്തൂന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിരുന്നു. ഭക്ഷണം വാങ്ങുക ചെയ്തത്. ഞങ്ങൾ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാൽ കൂടൂല. അപ്പോൾ ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിയിരുന്നു. കുറേ പല വിധത്തിലുള്ള ഫുഡുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ. പിന്നെ നിശ്ചയത്തിന് മണവാട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സാണ് ഇട്ടത്. നല്ല അടിപൊളി ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ റെസ്റ്റ് എടുത്ത് ഉറങ്ങി. പിന്നെ ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിലെത്തി. ഒരു അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു. സൂപ്പർ പരിപാടിയായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു. ചെല്ലുമ്പോൾ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുടിക്കാൻ. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു. നല്ല സെറ്റപ്പായിട്ട് നല്ല അടിപൊളി കൂളിംഗ് ഉള്ള ഓഡിറ്റോറിയമൊക്കെ ആയിരുന്നു. ഫാനും കാര്യങ്ങളും AC ഉള്ളതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബീഫ് ബിരിയാണിയാണ്. അതുപോലെ ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. കാട, കോഴി, മുട്ട, ബീഫ്, മീൻ,
എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഒരുപാട് ഐറ്റംസ് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് വീഡിയോ എടുക്കിയിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ ബാംഗ്ലൂരിലെ കല്യാണം എന്ന് പറഞ്ഞാൽ അടിപൊളി കല്യാണമായിരിക്കും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ തൈര് ചർലാസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം തരാൻ വേണ്ടിയിട്ട് മധുരമുള്ള, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി വിളമ്പിനടുത്ത് പിന്നെ വന്നു, കാട പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അവിടെ നല്ല ഫ്രഷ് ഫുഡുകൾ കേട്ടോ. പിന്നെ ഇങ്ങനെ കോരുമ കുത്തിയിട്ടുള്ള സംഭവങ്ങളില്ലേ, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മണവാട്ടിനെ സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് ഇവിടുത്തെ കല്യാണത്തിൻ്റെ പ്രത്യേകത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ എന്താ പറയുക, അതുപോലുള്ള വെടിക്കെട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. മണവാട്ടി വരുമ്പോൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള തന്നെയാണ് അതൊക്കെ ഒഴിവാക്കിയത്. സാധനം പിന്നെ ഇവിടെ ഞങ്ങൾ മണവാട് എടുക്കാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ് വാങ്ങിയിട്ടുണ്ടോ, ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, നല്ല അടിപൊളി പരിപാടിയായിരുന്നു, ഇഷ്ടമായി. കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എൻ്റെ ഫോൺ ഹാങ്ങായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ താഴെ ഭക്ഷണം കഴിക്കുന്നവർക്ക് കൂടി ഇവിടെ മുകളിലേക്ക് ഉണ്ടാക്കിയിരിക്കാൻ പറ്റും. നമ്മൾ എല്ലാം അങ്ങനെ അതന്നെ നല്ല അടിപൊളി ഗ്രാൻഡ് പരിപാടിയായിരുന്നു. അപ്പോൾ മണവാട്ടിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എൻഗേജ്മെൻറ്റാണ് നടക്കുന്നത്. എൻഗേജ്മെൻറ്റിന് മണവാട്ടി ഇങ്ങനെ വരുമ്പോൾ മണവാട്ടിനെ സ്വീകരിക്കാനും അതുപോലെ കാര്യങ്ങളും ഒക്കെ ഇരുന്നപ്പോൾ പിന്നെ ഇവിടെ സ്റ്റേജിൽ നിന്ന് നടന്നിരിക്കാറില്ല. കുറേ ആൾക്കാർക്ക് മാല കൊടുക്കുന്നുണ്ട്. മാല അതെന്താണെന്ന് എനിക്കറിയില്ല, അതിനെപ്പറ്റി ഞാൻ ചോദിക്കാനും ഒരു ടൈമും കിട്ടിയില്ലാന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പിന്നെ ചെറിയ കുട്ടികൾക്ക് മാല കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബാംഗ്ലൂരിലെ കല്യാണം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, പാർട്ടികൾ, ചുരിദാറും കാര്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു. അടിപൊളി. ഇതാണ് ബുള്ളറ്റ് കേട്ടോ. അവരുടെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ബുള്ളറ്റാണ് കേട്ടോ അത്. ഇതാ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള ചോടിയുണ്ട്, അവിടുത്തെ അതേപോലുള്ള ചോടിയായിട്ടുള്ള ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് ഒരുപാട് ഫ്രൂട്ട്സുകൾ, മിഠായികൾ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ കുറേ ഞാൻ പറയാം വീഡിയോ എടുത്തിട്ടില്ലാന്ന്. നട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്, ചുരിദാറുകൾ, ഒരുപാട് ചുരിദാറുകൾ, ബാഗ്, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റില്ല ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. അതുപോലെ ഇവിടുത്തെ സ്വീറ്റ്സൊക്കെ കഴിക്കാൻ നല്ല രസമുണ്ട്. കല്യാണം കഴിക്കുന്ന സ്വീറ്റ്സ് കഴിക്കാൻ, മിഠായി, പിന്നെ കേക്ക് മുറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ 2 കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സ്റ്റേജുമേലുള്ള പരിപാടിയാണ് കേട്ടോ. സ്റ്റേജുമേൽ മണവാളനും മണവാട്ടി ആദ്യം വരും. അപ്പോൾ എൻഗേജ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മോതിരിടലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ പെണ്ണിങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഹാളിൽ കണ്ട അതേപോലെ തന്നെ സ്റ്റേജുമേലും ഇങ്ങനെയുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. പിന്നെ നല്ല എൻജോയ്മെൻറ്റ്, നല്ല ഭക്ഷണം. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഏതാ കഴിക്കേണ്ടതെന്ന് തന്നെ അറിയില്ല കേട്ടോ. അത്രയും മീൻ, മുട്ട, പലവിധ ആട്ടിറച്ചി ഉണ്ടായിരുന്നു, ചിക്കന്, ബീഫ്, അങ്ങനെ എന്താ പറയുക, എല്ലാ വിധത്തിലുള്ള ഐറ്റംസ്. പിന്നെ വലിയ കോഴി ഒക്കെയാണ് കേട്ടോ. ഒരു കോഴി ഫുള്ളായിട്ട്, ഒരു കട ഫുള്ളായിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇത് കണ്ടിട്ട് തന്നെ കഴിക്കുക, വിശപ്പ് മാറി. ഭക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ കുറേ സമയമായി വിശപ്പ് മാറി. ഞാൻ ബീഫ് ബിരിയാണിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു വെറൈറ്റി ബിരിയാണിയാണ്. അപ്പോൾ അതാ മീൻ പൊരിച്ചതാണ് കേട്ടത്, അതൊന്ന് കഴിച്ചു. ഇത്തിരി ചോറ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ചിക്കനും മീനും ഒക്കെയാണ് കഴിച്ചത്. കാരണം ഒരു വെറൈറ്റി ടേസ്റ്റ്, അതാണല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുക. അപ്പോൾ കൂട്ടുകാരെ, ഇനിയും വീഡിയോ ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരിലുള്ള ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഇടണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പല വീഡിയോസും ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിൽ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതാ മണവാട്ടി വരുമ്പോൾ മണവാട്ടിൻ്റെ കൂടെ ഞങ്ങൾ ഫാമിലിയുള്ള ആൾക്കാരാണ് കേട്ടോ. അതൊക്കെ എല്ലാവരും ഇങ്ങനെ വന്ന്, ഇത് ജസ്റ്റ് ഞാനൊരു വീഡിയോസ് എടുത്തതാണ് കേട്ടോ. എല്ലാവരും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് ആൾക്കാർ മാത്രം.
കുറേ സമയം മണവാട്ടി ഇങ്ങനെ ഫ്ലവർ ബൊക്കയും പിടിച്ചിങ്ങനെ നിന്നു. ഓരോരുത്തർ വന്നു. അതിലിടയ്ക്ക് ഇതുപോലുള്ള കലാപരിപാടികളൊക്കെ നടന്നു. എന്താ പറയുക, ബലൂൺ വീർപ്പിക്കുക, അതുപോലെ ഇങ്ങനെയുള്ള ക്യാമറകൾ, ഒരുപാട് ക്യാമറകൾ ഉണ്ടായിരുന്നു, ക്യാമറമാന്മാരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളി പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അവിടുന്ന് 300 സംതിങ് ആൾക്കാർ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട് എൻകറേജ്മെൻറ്റിന് കേട്ടോ. അപ്പോൾ ഇതാണ് മണവാളൻ എന്ന് പറയുന്നത്. മണവാളനും മണവാട്ടിയും മെയ് ഫോർ ഈച്ച് അതർ, അവരുടെ ഫാമിലിയാണിത്. അടിപൊളി കല്യാണമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.